ഞങ്ങള് വിളി തുടങ്ങിയാലോന്ന് ആലോചിക്കാം. ആയത്തിലോട് ഗോപാലേട്ടനോടത്തേക്ക് ഒപ്പരും വിളിയോട് വിളിയാ. പിന്നെ അവിടെ ഒരു ബായിയെ കിണർ കെട്ടി അലമ്പായി കൊണ്ടിരിക്കുക. ഇന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അനക്കാകുമ്പോ ഇന്ത്യയൊക്കെ അറിയാലോ. അവനെന്തോ ഒരു വശപശകുണ്ട്. ഈ ഒന്ന് നോട്ടം വെച്ച് കാല് താഴ്ത്തിട്ടേക്കട പട്ടി. എന്റെ പെണ്ണുങ്ങളുള്ള വീടായത്. ഈ ബംഗാളിൽ എന്റെ കല്യാണം മുടക്കാനല്ലട വന്ന്. അതൊക്കെ മലയാളം എഴുതാൻ അറിയോ? ഈ അല്ലടാ നോട്ടീസ് ഒട്ടിച്ച നാസർക്ക. എല്ലാം തുറന്നു പറയുന്നതിന് ശേഷം എന്താ നാസർക്ക? ഒന്നും മനസ്സിലാകാത്ത പോലെ. ആരാ നോട്ടീസ് ഒട്ടിച്ചത്? നോട്ടീസ് ആയത്? എന്തിനാ അഭിനയോ? അഭിനയ? എന്തിനാ സെൽഫി എടുത്ത? സെൽഫിയാ? ഒന്നും അറിയാത്ത പോലെ നോട്ടീസ് ബോർഡില്. അത് വെറുതെ ഒരു വെറുതെ എടുക്കാൻ. പെരുമാനിൽ എന്തോരം പാടോ കൊള്ളോ കൊക്കോ ഒക്കെ ഉണ്ട്. എന്തിനാ നോട്ടീസ് ബോർഡ്? അതെ, അടുപ്പത്ത് പാലിരിപ്പുണ്ട്. ഞാനൊന്ന് അങ്ങോട്ട് പോകും. ഫാത്തിമ, നമ്മള് പറഞ്ഞു കഴിഞ്ഞില്ല. എന്തിനാ തുമ്മിയെ? തും ക്യൂ തുമ്മിയെ? കമീന. ആദ്യ രാത്രി തുടങ്ങിയില്ലേ ഇടിയും തെറിയും? റംലു, ഞാൻ അത് കേൾക്കാൻ വന്നതല്ല. ഫാത്തിന്റെ കല്യാണം വിളിക്കാൻ വന്ന. ഈ മൂത്തുമാനെ വിളി. എന്താ ഞാൻ വിളിച്ചാ ഫോൺ എടുക്കാത്തെ? ആരെങ്കിലും കേക്കുണ്ട് റംലു. നിങ്ങടെ കേറ്. മൂത്തുമന്തിയെ നിനക്ക് എന്താ പേടിയാ? ഈ മൂത്തുമാനെ വിളി. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്താന്ന്? ഫോൺ എടുക്കൂലെന്ന് പറഞ്ഞാല് അനക്കെന്ത് പറയാനാ? കരിയമൊക്കെ എങ്ങനെ അറിഞ്ഞാണ്ടല്ലോ. അങ്ങനെ എപ്പോ വിളിച്ചാലും തെറിയാടാ. നിന്നെയും കൂട്ടി പറഞ്ഞു. ഇത് കഴിഞ്ഞില്ലേ, ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? നമ്മള് തമ്മിൽ എന്ത് ചേർച്ചയായിരുന്നല്ലേ. എന്ത് രസായിരുന്നു. തങ്ങളെ റംലു, ഞാനതൊന്നും ഓർക്കാറില്ല. ഓർക്കാറില്ലെങ്കിൽ പിന്നെ നീ എന്താ കെട്ടാത്തെ? ഞാൻ കെട്ടും. ഫാത്തിന്റെ ഒന്ന് കഴിയട്ടെ. നീ കെട്ടോ? കെട്ടോന്ന് മുണ്ടാണ്ടി മൂത്തുമ്മ കേട്ടാണ്ടല്ലോ. അത് മുജിയാ. ആ മുജിയെ കല്യാണം വിളിക്കാൻ വന്നതായിരിക്കുമല്ലോ. ആ മൂത്തുമ്മ. ഓ അതെ മൂത്തുമ്മ. എന്നാലേ ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം. ഇവളെ കരിയും വിടൂന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ നീ ഈ മുറ്റത്ത് കിടന്ന് ചുറ്റി കറങ്ങാണ്ട് വേഗം വിട്ടോ. ഇല്ലെങ്കിലേ കരിയും വിമാനം പിടിച്ച് ഇപ്പൊ ഈ മുറ്റത്ത് പറന്നിറങ്ങും.
ബിസ്മില്ലാഹിർ റഹ്മാനിർ നിങ്ങളുടെ മോനോട് ഞാൻ ആരും വട്ടം പറഞ്ഞല്ലേ എനിക്ക് മുജിയായിട്ടാണ് പറഞ്ഞത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഓത് ശരിക്കും ഓത്. റഹ്മാനിർ റഹീം. ഫാദിയ, ഞാൻ ഇവിടെ 2 മാന വരച്ചാലോ? മാന ആ, വരക്കടാ. ഇവിടെ ഒരു ആൺമാനും ഇപ്പുറത്തൊരു പെൺമാനും. അല്ല, നാസർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഏയ് വര ആർക്കാടാ ഇഷ്ടാവാത്ത? നീ വരക്കടാ. ഡാബി, ആ, നീ കെട്ടാത്തത് അവിടെ പ്രേമുള്ളോണ്ടല്ലേ? പ്രേമോ? എനിക്ക് പ്രേമൊന്നും ഉണ്ടായില്ല. എന്നാലും ചെറിയൊരു നാണം മുഖത്ത് കാണണ്ടല്ലേ? എനിക്കാ? എന്നോട് പറയടാ. ഏയ്, എനിക്ക് പ്രേമിക്കാൻ തന്നെ പേടിയായിരുന്നടാ. പ്രേമിക്കാൻ പേടിയാ? എന്തിന്? അല്ലടാ, എൻ്റെ മാമല്ലേ, എൻ്റെ മാമ ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു. ഞാൻ അവിടെ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടാ മതി, അവൻ നല്ല ഇടിയും. തല്ലല്ലേട്ടാ, ഇടിച്ചാൽ പിന്നെ പുറത്താണല്ലോ. ഞാൻ ഉമ്മാക്ക് വിഷമാവുന്ന എഴുതിട്ട് ഞാൻ ഉമ്മാടൊന്നും പറയില്ല. ഇളയമ പെരുമാനിക്ക് വിളിക്കുമ്പോഴൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ്. ചുമ്മാ അമ്മയ്ക്കണ്ടേ. ഇപ്പോൾ എൻ്റെ ഈ മുടിയില്ലേ, എൻ്റെ ഈ മുടി പറ്റ വെട്ടണം എന്നാണ് മാമൻ്റെ ഓർഡർ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വിവരക്കേടുണ്ട്, ഞാനെന്ത് കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ ഒന്ന് വെട്ടി. ഉമ്മയുടെ ഉന്നയിച്ച് മാമ ഒന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞിട്ട് മാമൻ്റെ വീടിൻ്റെ പുറകിലോട്ടുണ്ടായി. എന്നിട്ട് മാമൻ്റെ കക്ഷത്തോട്ട് എൻ്റെ കഴുത്തിങ്ങനെ ഞെരുക്കി വെച്ചിട്ട് മാമൻ്റെ കൈമുട്ടുണ്ട് പുറത്ത്. أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة തിന്നോ. ഏ ബായ്, എന്റെ മംഗള, നിങ്ങൾ എന്ത് കൂത്തായി കാണിക്കണേ? നിങ്ങളിങ്ങനെ തീറ്റയും കാശും കൊടുത്ത് കഴിഞ്ഞാൽ പണിക്കും പോവോ? ഇതൊന്നും ശരിയല്ലോ മംഗള. ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം ബഷീറെ. ഇദ്ദേഹം എന്താ പറഞ്ഞ ഇപ്പം പിടിച്ച് തല്ലോ? അതല്ല ബഷീറെ, കാര്യമുണ്ട്, ഞാൻ പറയാം. നീ പോയി ഒളിവൾ. ഞാൻ ഒന്നെടുത്തോളാം. വെറുതെ പണിക്കുന്ന തീറ്റയും കാശും കൊടുത്ത് വഷളാക്കണം. എന്താ ഇപ്പൊ ആലോചിക്കുന്നേ? അങ്ങയുടെ മനസ്സിലിപ്പോ എന്താ? തങ്ങളുടെ മലയിൽ എന്താ? തന്നെയതാ മുഖ്യനോട് എത്ര തവണ പറഞ്ഞതാ പൂപ്പലുണ്ട് എന്ന്. എന്നിട്ടെന്താ വേറെ ആരും തന്നായിരുന്നു? നീ സംസ്കാരം കഴിഞ്ഞ് തങ്ങളെ കലങ്കിലേക്കൊന്ന് വാ. കാലി അദ്ദേഹത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയും. അങ്ങോട്ടാണ് സത്യത്തിന്റെ പുറകെ. എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, കല്യാണത്തിന് നേരത്തെ കാലത്ത് എത്തണട്ടാ. അത് പിന്നെ പറയണോടാ മുജി, എത്ര കാലായടാ പകലൊരു കല്യാണം കൂടിയിട്ട്. ഈ കാക്കക്കൂട്ടത്തെ പേടിച്ച് ഒറ്റൊരുത്തരും വിളിക്കൂലായിരുന്നു. അമ്പൂട്ടി, ഈ വരണട്ടാ. അല്ലടോ, എനിക്ക് ഈ കൊടി ഒഴിവാക്കാനായില്ല. സത്യം പറയാലോ മുക്രി, ഈ കാക്കക്കൂട്ടവും ബഹളവും ഇല്ലാണ്ടായപ്പോ വല്ലാത്തൊരു ഒറ്റപ്പെടല്. പിന്നെ ഏക ആശ്വാസം ഈ കൊടിയും അമ്പൂട്ടിയാ. എന്നാ പോട്ടെ. ഫാത്തിമ, ഫാത്തിമ,
ഇങ്ങ് വാ. എന്തേ? എന്ത്? എൻ്റെ അടുത്ത് വരണ്ടാന്ന് പുതിയ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പുതിയ ആര്? ഇതിൻ്റെ അടിയൊക്കെ കയ്യാറായല്ലോ. എനക്കെന്തെങ്കിലും ബിംബിഷ്ടമുണ്ടോ? വിമ്മിഷ്ടോ? എന്ത് വിമ്മിഷ്ടം? അതല്ല വീട്. ഈ മാനാരാ പറിച്ചത്? മാൻ അബിയ? ആയിരിക്കും, എനിക്കറിഞ്ഞൂടാ. എന്തിനാ ഫാത്തിമ എന്നോട് നുണ പറയുന്നത്? ഇതാരായി ആണുമാൻ? ഈ ആണുമാൻ ഞാനാ? എനിക്കറിഞ്ഞൂടാ. ഞാനല്ലേ? ഈ ഓനോട് പോയി പറ ഇവിടെ വലിയ കലാപ്രവർത്തനം ഒന്നും വേണ്ടാന്ന്. വല്ല പച്ചയശം പൊടിച്ചിട്ട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറയും.